ഓക്കെ, ഗുഡ് ഈവനിങ് ടു എവരിബഡി. ഞാനിന്ന് പറയാൻ പോകുന്നത് സൂര്യനെ പറ്റിയുള്ള ഒരു ലേഖനമാണ്. ഇതൊരു നർമ്മലേഖനം ആണ്. ലേഖനത്തിൻ്റെ പേര് സൂര്യൻ്റെ തറവാട്. നിങ്ങളിൽ ആരെങ്കിലും സൂര്യൻ്റെ തറവാടിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചിന്തിച്ചപ്പോൾ എന്നിൽ തോന്നിയ ചില വരികളെയാണ് ഞാനിവിടെ ഉദ്ധരിക്കാൻ പോകുന്നത്. എല്ലാവരും രാവിലെ കുളിച്ചൊരുങ്ങി അവരവരുടെ ജോലികളിൽ മുഴുകി തിരിച്ചു വീട്ടിൽ വന്ന് കുളിക്കുന്ന ഒരു പതിവ് എല്ലാവരിലും ഉണ്ട്. പക്ഷേ ഇത് യുഗയുഗാന്തരങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരേ ആള് സാക്ഷാൽ സൂര്യദേവൻ തന്നെ. എന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും കുളിച്ചു കുട്ടപ്പനായി പുറത്തു വന്ന് ഭൂമിയുടെ ഒരു ഭാഗം മുഴുവൻ വെളിച്ചത്തിലേക്ക് നയിച്ച് തിരിച്ച് വൈകിട്ട് അറബിക്കടലിൽ മുങ്ങിത്താഴ്ന്ന് കുളിച്ച് എന്ന സൂര്യനെ മാത്രമേ നമുക്കറിയുള്ളൂ. 12 മണിക്കൂർ മാത്രമല്ല സൂര്യൻ ജോലി ചെയ്യുന്നത്. ആ സൂര്യൻ തിരിച്ച് അറബിക്കടലിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടി ഭൂമിയുടെ മറ്റു ഭാഗങ്ങളിൽ വെളിച്ചം പകരാനായി എങ്ങനെ ഈ 5 മിനിറ്റ് കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു അത്ഭുതം. ജെറ്റ് വിമാനങ്ങൾക്ക് പോലും 24 മണിക്കൂർ എടുക്കുന്നത്. ഇവിടെ അസ്തമിക്കുമ്പോൾ തന്നെ അവിടെ ഉദിക്കുന്ന സൂര്യദേവ, അങ്ങയ്ക്ക് കോടാനുകോടി നമസ്കാരം. അതിലും എന്നെ കൂടുതൽ അത്ഭുതമാക്കുന്നത് സൂര്യൻ്റെ ഉദയവും അസ്തമനവും. അസ്തമനത്തിലും എനിക്ക് അത്ഭുതം തോന്നുന്നത് സൂര്യ ഉദയവും സൂര്യ അസ്തമനവും മിനിറ്റുകളും മണിക്കൂറുകളും മിനിറ്റുകളും കണക്കാക്കി ഒരു കൊല്ലം മുമ്പേ ഗണിക്കുന്ന ഗണിത അസ്ട്രോണമിസ്റ്റോ ഗണിത ശാസ്ത്രജ്ഞന്മാരോ അവരെയാണ് ആദ്യം അഭിനന്ദിക്കേണ്ടത്. സൂര്യനാണോ അവർ പറയുന്നത് പോലെ കേൾക്കുന്നത്? അല്ല, നിങ്ങൾ സൂര്യൻ്റെ ഇത് ഗണിച്ചെടുക്കുന്നതോ? ഇതൊരു വലിയൊരു അത്ഭുതം തന്നെ. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സൂര്യദേവൻ്റെ തറവാട് സൂര്യോദയവും സൂര്യാസ്തമനവും ഒരുമിച്ച് കാണുന്ന കന്യാകുമാരി തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അറബിക്കടലിൽ താഴ്ന്ന അങ്ങ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അടിയിൽ കൂടി അങ്ങക്ക് ബൈപ്പാസ് വല്ലതും ഉണ്ടോ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും എത്താൻ എന്ന് എനിക്ക് അതിശയോക്തി തോന്നുന്നു. അവിടെ നിന്നും താഴ്ന്ന അങ്ങ് എത്രയും പെട്ടെന്ന് തിരിച്ച് ബംഗാൾ ഉൾക്കടലിലെത്തി കുളിച്ച് കുട്ടപ്പനായി എന്നും ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. അല്ലയോ ദേവ, നിനക്ക് കോടാനുകോടി നമസ്കാരം. അങ്ങയുടെ തറവാട് ഇന്ത്യയിൽ തന്നെ കന്യാകുമാരിയാണ്. താങ്ക് യു.